വിധിച്ചതിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമെന്ന് വൈക്കത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ദളിത് ചിന്തകൻ സണ്ണി എം കബിക്കാട്. VD സതീശനാണ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് എന്തുകൊണ്ട് ഇത് മാറി എന്നറിയില്ല. താൻ ഗാന്ധിയെ വിമർശിച്ചത് ആശയപരമായെന്നും സണ്ണി എം കബിക്കാട് പറഞ്ഞു. ഇത് നമ്മൾ അവരോട് ചെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ട് വാങ്ങിയ സീറ്റല്ല, ചർച്ചയിൽ ഉയർന്നു വന്നൊരു നിർദ്ദേശമാണത്. ആ നിർദ്ദേശം സ്വീകരിക്കുക ചെയ്തത്. സ്ഥാനാർത്ഥിയാകുമെന്ന് ഉള്ളൊരു ഡിസ്കഷൻ പ്രതിപക്ഷ നേതാവുമായിട്ടാണ്. കോൺഗ്രസിനോട് UDFനോട് ചോദിക്കാനാണ് എന്താ സംഭവിച്ചതെന്ന് അവരാ പറയേണ്ടത്. ഞാൻ ഗാന്ധി വിമർശകനാണ്, തർക്കമൊന്നുമില്ലാത്ത കാര്യം. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ടോബി, സണ്ണി എം കബിക്കാടിന്റെ രാഷ്ട്രീയ ചരിത്ര നിലപാടുകൾ അത് നമുക്ക് സ്ഥിരമായി അദ്ദേഹത്തെ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിലാണ് VD സതീശൻ അങ്ങോട്ട് സമീപിച്ച് സീറ്റ് നൽകാമെന്ന് പറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ മാറ്റം? തീർച്ചയായിട്ടും സതീശൻ നേരിട്ട് സണ്ണി എം കബിക്കാടിനെ കാണുകയും ഒരു സംഘടനകളുടെ ഈ ദളിത് സംഘടനകളുടെ ഒരു യോഗത്തിനിടയിൽ വെച്ച് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുവെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക്, ആ ചർച്ചകളിലേക്ക് അദ്ദേഹത്തിന്റെ പേര് വരാനുള്ള കാരണം. പിന്നീട് സജീവമായി തന്നെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി അദ്ദേഹത്തിന്റെ പേര് സജീവ ചർച്ചയിലുണ്ടായിരുന്നു. അതിനിടയിലാണ് വൈക്കത്തെയും തലയോലപ്പറമ്പിലെയും കോൺഗ്രസ് പ്രവർത്തകർ KPCCക്ക് ഒരു കത്തയച്ചു. ഗാന്ധിയെ വിമർശിക്കുന്ന ഈ വ്യക്തിയെ, സണ്ണി എം കബിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ സണ്ണി എം കബിക്കാടിനോട് ഇപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആ കത്തൊന്നുമല്ല തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാനുള്ള കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് മറുപടി പറയേണ്ടത് സതീശനും കോൺഗ്രസുമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചകൾ നടത്തിയെങ്കിൽ അത് തുടർന്നു പോയില്ല, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ തന്റെ പേര് ഉയർന്നു വന്നപ്പോൾ എന്തുകൊണ്ട് അത് നിഷേധിച്ചില്ല? അത് നിഷേധിക്കാതിരിക്കുകയും തനിക്ക് സീറ്റ് നിഷേധിക്കുകയും ചെയ്തത് ശരിയല്ല എന്നുള്ള നിലപാടാണ്. അതായത് ഈ ദളിത് സംഘടനകളെയൊക്കെ ഇതിനുവേണ്ടി അധികാരത്തിലെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ശരി ടോബി, അങ്ങോട്ട് സമീപിച്ച് സീറ്റ് വാഗ്ദാനം ചെയ്തു, മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഇത് ആ ലിസ്റ്റ് വന്നപ്പോൾ പേരില്ല. അത് എന്ത് എന്നുള്ളത് കോൺഗ്രസ് തന്നെ വിശദീകരിക്കട്ടെ എന്നുള്ളതാണ് സണ്ണി എം കബിക്കാട് പറയുന്നത്. അങ്ങനെ മറുപടി പറയണമെങ്കിൽ അത് VD സതീശനാണ് പറയേണ്ടത്. അദ്ദേഹം അത് പറയുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.